യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതാ നേതാക്കളുടെ പേരുകളും പരിഗണനയിലുണ്ട്. അരിത ബാബുവിന്റെയും ഡോക്ടർ സോയ ജോസഫിന്റെയും പേരുകളാണ് സജീവ ചർച്ചയാകുന്നത്. വനിതകളെ നേതൃത്വത്തിലെത്തിച്ച് ഇപ്പോഴത്തെ വിവാദങ്ങളിൽ മുഖം രക്ഷിക്കാനുള്ള ആലോചന പാർട്ടി നേതൃത്വത്തിനിടയിലുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ, നമ്മൾ നേരത്തെ തൊട്ട് മുൻപ് നൽകിയ റിപ്പോർട്ടിൽ ഓരോ നേതാവിനും കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ അവരുടെ നോമിനികളുണ്ട് സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിലേക്ക്. അതിനിടയിൽ എങ്ങനെയാണ് ഈ വനിതാ നേതാക്കളെ തലപ്പത്തേക്ക് കൊണ്ടുവരിക? അതിനാരെങ്കിലും മുൻകൈ എടുക്കുന്നുണ്ടോ, അതോ നടക്കുന്ന പൊതുചർച്ചകൾ എന്ന നിലയിൽ രണ്ട് പേരുകൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ? വിജയകുമാർ, നിലവിൽ ജാതി മത ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് സംഘടനയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ചീത്തപ്പേര്, ഒപ്പം വിവാദങ്ങൾ പിന്തുടരുന്ന സാഹചര്യമൊക്കെ കണക്കിലെടുത്താണ് ഒരു മുഖം രക്ഷിക്കൽ എന്നുള്ള ഒരു വിലയിരുത്തലിൽ ഈ വനിതാ നേതാക്കളുടെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അരിത ബാബുവിൻ്റെ പേരാണ് ഏറ്റവും പ്രധാനമായി ഈ സമീപ ദിവസങ്ങളിൽ, സമീപ മണിക്കൂറുകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. ചില മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിൽ നടക്കമുള്ള മുതിർന്ന നേതാക്കൾ അരിത ബാബുവിനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ കേട്ടതുപോലെ പല പേരുകളും പല ആളുകളുടെ നോമിനികളായൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതിനെല്ലാം അപ്പുറത്തേക്ക് നിലവിലൊരു വനിതാ നേതൃത്വം സംഘടനയ്ക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ് ചില നേതാക്കളുടെ നിലപാട്. എതിർപ്പുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുമുണ്ട്. പക്ഷേ ഈ എതിർപ്പുകൾക്കെല്ലാം അപ്പുറത്തേക്ക് നിലവിലത്തെ പ്രത്യേക സാഹചര്യത്തിൽ അരിത ബാബുവിനെയോ സോയ ജോസഫിനെയോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. അരിത ബാബു നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ തവണ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്തതാണ്. 10 പേരാണ് നോമിനേഷൻ നൽകിയിരുന്നത്. അതിൽ ഒരാളാണ് അരിത ബാബു. ഒപ്പം സോയ ജോസഫ് നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഈ രണ്ടുപേരും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അർഹതപ്പെട്ടവരാണ്. നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അവരുടെ നേതൃത്വം സംഘടനയ്ക്ക് പൊതുജീവൻ നൽകും എന്നുള്ളതാണ് ചില നേതാക്കളുടെയും പ്രവർത്തകരുടെയും അടക്കം വിലയിരുത്തൽ. അത്തരത്തിലൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. അത് നേതൃത്വം പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 2 ദിവസത്തിനുള്ളിൽ ഈ നേതൃത്വത്തിൻ്റെ പരിഗണനയിലുള്ള പേരുകളിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. ആ തീരുമാനത്തിൽ ആ പേരുകളിൽ അരിത ബാബുവിൻ്റെയോ സോയ ജോസഫിൻ്റെ പേരുകൾ ഉയർന്നു കേൾക്കുമോ എന്നുള്ളതും ശ്രദ്ധാകേന്ദ്രമാണ്. വിജയകുമാർ. യെസ്, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കും അവരുടെ നോമിനികളുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക്. അതിനിടയിൽ എങ്ങനെ വനിതാ നേതാക്കളെ പരിഗണിക്കും, അവർക്ക് വേണ്ടി ആരെങ്കിലും വാദിക്കാൻ പാർട്ടിയിൽ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും 2 പേരുകൾ സജീവമായി ഉയർന്നു വരുന്നുണ്ട്. തീരുമാനം ഉടൻ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.